ഹായ് എല്ലാ കൂട്ടുകാർക്കും സൺ വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് 2025 മോഡൽ ബ്രസ LXi വേരിയന്റ്. നമ്മുടെ റീസെന്റ് അപ്ഡേറ്റ് ചെയ്ത 6 എയർ ബാഗ് വെച്ച് വരുന്ന വേരിയന്റ്. അപ്പോൾ 2025 വന്നപ്പോൾ എത്രയാണ് എൻ്റെ ഓൺ റോഡ് പ്രൈസ്, എന്തെല്ലാം ചേഞ്ചസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത്, ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. 10 ലക്ഷം രൂപ താഴെ ബഡ്ജറ്റിൽ നിങ്ങളൊരു കാർ നോക്കുന്നുണ്ട്, നിങ്ങൾക്ക് മാനുവൽ മതി, അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് മതി, അതല്ലെങ്കിൽ ഒരു 10 ലക്ഷം രൂപ ബഡ്ജറ്റിൽ ഒരു കാർ എടുത്ത് നിങ്ങൾ മോഡിഫൈ ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത് എങ്കിൽ ബ്രസയുടെ ഈ LXi വേരിയന്റും കൂടി നോക്കുക. ഇപ്പോൾ ഇന്ത്യയിൽ ലഭിക്കുന്ന കാറുകളിൽ 10 ലക്ഷം രൂപ താഴെ അല്ലെങ്കിൽ 10 ലക്ഷം രൂപ ബഡ്ജറ്റിന് വൺ ഓഫ് ദ ബെസ്റ്റ് കാർ ബ്രസയുടെ LXi വേരിയന്റ് തന്നെയാണ്. 2025 മോഡൽ ബ്രസ LXi വേരിയന്റിന്റെ എക്സ്റ്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ബ്രസയിൽ LXi ആൻഡ് VXi എക്സ്റ്റീരിയർ എന്നുള്ള ലുക്ക് ഓൾമോസ്റ്റ് സിമിലർ ആണ്. നമുക്ക് ആകെ വരുന്ന ഒരു ഡിഫറൻസ് ബാക്കിൽ ഡിഫോഗർ വരുന്നില്ല എന്നുള്ളത് മാത്രമാണ്. മറ്റെല്ലാ ഫീച്ചേഴ്സും എക്സാക്ട്ലി സിമിലർ ആയിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ബ്രസ മേടിച്ചിട്ട് മോഡിഫൈ ചെയ്യാനാണ് പ്ലാൻ എങ്കിൽ LXi വേരിയന്റ് കൺസിഡർ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ബ്രസയുടെ LXi വേരിയന്റിൽ അത്യാവശ്യം വില എല്ലാ കളറും വരുന്നുണ്ട്. ഇപ്പോൾ ബ്ലൂയിഷ് ബ്ലാക്ക് എന്ന് പറഞ്ഞ പുതിയൊരു കളർ വന്നിട്ടുണ്ട്, അത് VXi തൊട്ടിട്ടാണ് സ്റ്റാർട്ട് ആവുക. പക്ഷേ ഈ ഒരു റെഡ് കളറൊക്കെ LXi വേരിയന്റിൽ നല്ലൊരു കളറാണ്. ഇതിപ്പോൾ ഓൾറെഡി ഒരു റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിലാണ് വരുന്നത്. ഇതിനകത്ത് ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് റൂഫും കൂടി ബ്ലാക്ക് ആക്കുകയാണെങ്കിൽ ഒരു അടിപൊളി ലുക്കിൽ നിങ്ങൾക്ക് ഈ വാഹനം കൊണ്ടു നടക്കാനായിട്ട് പറ്റും. ഈ വേരിയന്റിന്റെ എക്സ്റ്റീരിയർ എന്നുള്ള മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഹെഡ്ലൈറ്റ് നമ്മൾ പറഞ്ഞ രീതിയിൽ LXi ആൻഡ് VXiയിൽ പ്രൊജക്ടർ ഹെഡ്ലൈറ്റ് കൊടുത്തിരിക്കുന്നു, പക്ഷേ ഹാലജനാണ്. ഹൈ ബീമും ലോ ബീമും അതിനകത്ത് തന്നെ കൊടുത്തിരിക്കുന്നു. അതിനകത്തൊരു സിൽവർ ഫിനിഷ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അതിനോട് ചേർന്ന് തന്നെ നമുക്ക് പാർക്ക് ലൈറ്റും ഇൻഡിക്കേറ്റേഴ്സും കാണാം. രണ്ടും ഹാലജനായിട്ട് കൊടുത്തിരിക്കുന്നു. യെല്ലോയിഷ് കളറിലാണ് ഈ ബൾബിൻ്റെ ഒക്കെ ത്രോ വരുന്നത്. താഴേക്ക് വന്നാൽ ഫോഗ് ലൈറ്റ് വരുന്നില്ല. ഫോഗ് ലൈറ്റ് വേണമെങ്കിൽ നമുക്ക് ഷോറൂമിൽ നിന്ന് ആക്സസറി ആയിട്ട് ചെയ്യാം. ഏകദേശം 5500 തൊട്ട് 6000 ആ ഒരു ബഡ്ജറ്റിലാണ് ഫോഗ് ലൈറ്റിൻ്റെ പ്രൈസ് വരുന്നത്. ഇപ്പോൾ നിങ്ങൾ പുറത്തുനിന്ന് ആ ഒരു യെല്ലോയിഷ് കളറിലുള്ള ഫോഗ് ലൈറ്റൊക്കെ ആക്സസറി ചെയ്യുകയാണെങ്കിൽ 2500 രൂപ അടുത്തൊക്കെ വരുന്നുള്ളൂ. ഇത് ടോപ്പ് എൻഡിൻ്റെ സെയിം ഫോഗ് ലൈറ്റിനാണ് ഈ 5500 രൂപ വരുന്നത്. നമുക്ക് 205 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് വരുന്നത്. ഫ്രണ്ടിലെ ആ ഒരു ബമ്പറിൻ്റെ താഴെയാണെങ്കിലും ആ സ്കിഡ് പ്ലേറ്റ് പോലെ തോന്നിക്കുന്ന ഭാഗത്തല്ല ഫുൾ ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കിവിടെ സുസുക്കിയുടെ വലിയ ലോഗോ ടോപ്പിലായിട്ട് ആ ഒരു ക്രോം ഫിനിഷ് വരുന്നു. നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ LXi ആൻഡ് VXi എക്സ്റ്റീരിയർ എന്നുള്ള ലുക്ക് എക്സാക്ട്ലി സിമിലർ ആണ്. ഇനി വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ബേസ് വേരിയൻ്റ് തൊട്ട് 16 ഇഞ്ച് വീൽസാണ് വരുന്നത്. അത് ടയർ സൈസ് ആണെങ്കിൽ 215/60R16. അതായത് ഇപ്പോൾ ടോപ്പ് എൻഡ് വേരിയൻറ്റിൻ്റെ അലോയ്സിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ജസ്റ്റ് അലോയ്സ് മാത്രം പർച്ചേസ് ചെയ്താൽ മതി. അതുപോലെ തന്നെ ഈ ഒരു വീൽസിൻ്റെ കളറും ബ്ലാക്ക് കളറിലാണ് വരുന്നത്. മറ്റ് പല വേരിയൻറ്റുകളുടെയും, അതായത് ഇപ്പോൾ നമ്മളുടെ ഫ്രോങ്സോ മറ്റു വാഹനങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ ബേസ് വേരിയൻറ്റിൻ്റെ ഈ അലോയ്സ് നമ്മുടെ സ്റ്റീൽ വീലിൻ്റെ കളർ വൈറ്റ് ആണ് വന്നിരുന്നത്. ഇതിനകത്ത് ബ്ലാക്കിൽ തന്നെ കൊടുത്തിരിക്കുന്നു. ഇതിനകത്തൊരു വീൽ കപ്പുകളും വരുന്നുണ്ട്. അലോയ്സിൻ്റെ ലുക്കുള്ള വീൽ കപ്പ് കാര്യങ്ങൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ ഡിസ്കും ബാക്കിൽ ഡ്രം ബ്രേക്കുകളുമാണ്. വശങ്ങളിലെല്ലാം ബ്രസയുടെ ഒരു ഹൈലൈറ്റ് എന്ന് പറയാവുന്ന ആ ഒരു ബ്ലാക്ക് വലിയ ക്ലാഡിങ്സ് പോകുന്നത് കാണാം. പിന്നെ ഇത് ബേസ് വേരിയൻ്റ് ആണെങ്കിലും നമുക്ക് മിറേഴ്സിൽ LED ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. മറ്റ് പല മാനുഫാക്ചേഴ്സിൻ്റെയും പല വാഹനങ്ങളിലും ബേസ് വേരിയൻസിന് ഇൻഡിക്കേറ്റേഴ്സ് ഇവിടെ ഫെൻഡേഴ്സിലാണ് കൊടുക്കാറ്. ബ്രസയിൽ അത് മിറേഴ്സിലേക്ക് തന്നെ കൊടുത്തിട്ടുണ്ട്. കീലെസ് എൻട്രി പോലെയുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്നും തന്നെ ഈ വേരിയൻറ്റിൽ വരുന്നില്ല. ഗ്ലാസുകൾ പ്ലെയിൻ ഗ്ലാസ്സുകളാണ്. നമുക്ക് ഇവിടെയൊക്കെ ഒരു ക്രോം ലൈനൊക്കെ വേണമെങ്കിൽ ഷോറൂമിൽ നിന്ന് ആക്സസറി ആയിട്ട് ചെയ്യാവുന്നതാണ്. റൂഫ് റെയിൽസ് വരുന്നില്ല. റൂഫ് റെയിൽ നമുക്ക് ഷോറൂമിൽ നിന്ന് വേണമെങ്കിൽ ആക്സസറി ആയിട്ട് ചെയ്യാം. ബാക്കിൽ ഷാർപ്പിൻ ആൻറ്റിന കൊടുത്തിരിക്കുന്നു. വേറെ എടുത്തു പറയത്തക്ക ഫീച്ചേഴ്സ് ഒന്നും വശങ്ങളിൽ നിന്ന് വരുന്നില്ല. 2500 mm ആണ് ബ്രസയുടെ വീൽ ബേസ് വരുന്നത്. ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ LXi ആൻഡ് VXi വരുന്ന ഏക ഡിഫറൻസ് ഇതിൻ്റെ ഡിഫോഗർ വരുന്നില്ല എന്നുള്ളത് മാത്രമാണ്. VXiയിൽ ബാക്കിൽ ഡിഫോഗർ കൊടുത്തിട്ടുണ്ട്. മറ്റ് ഫീച്ചേഴ്സിലേക്ക് വന്നാൽ നമുക്ക് ഡിസൈൻ തന്നെ ഒരു സ്പോയിലർ പോലെ തോന്നിക്കുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അതിന് ടോപ്പിലായിട്ട് ഹൈ മോട്ടർ സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിരിക്കുന്നു. പ്ലെയിൻ ഗ്ലാസ്സുകളാണ്. ബ്രസ എന്ന് പറഞ്ഞ ബാഡ്ജിങ് ആണ്. ടെയിൽ ലൈറ്റ് എല്ലാ വേരിയൻറ്റുകളിലും സെയിം ആണ്. അത് LED ആയിട്ട് കൊടുത്തിരിക്കുന്നു. ഈ ഒരു പോർഷൻ സ്റ്റോപ്പ് ലൈറ്റ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യും. താഴെയായിട്ട് ഇൻഡിക്കേറ്റേഴ്സ്, റിവേഴ്സ് ലൈറ്റ്, അത് രണ്ടും ഹാലജനായിട്ടാണ് വരുന്നത്. ബാക്കിൽ 4 പാർക്കിംഗ് സെൻസേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ബാക്കിലും 2 റിഫ്ലക്റ്റേഴ്സ് കാണാം. ബാക്കിലും ആ ഒരു ബമ്പറിൻ്റെ ഭാഗത്ത് സ്കിഡ് പ്ലേറ്റ് പോലെ തോന്നിക്കുന്ന പോർഷനൊക്കെ ഒരു ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. നമ്മൾ ZX ആൻഡ് ZXi പ്ലസിലാണ് അത് ഒരു വൈറ്റ് ഫിനിഷിലേക്ക് കൊടുത്തിരിക്കുന്നത്. നമുക്ക് പുറവേഴ്സ് മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 2025 വന്ന ഒരു മേജർ ചേഞ്ചാണ് 60/40 സ്പ്ലിറ്റ് സീറ്റിൻ്റെ ഓപ്ഷൻ. അതിപ്പോൾ ബേസ് വേരിയൻ്റ് തൊട്ടേ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ എൻ്റെ ബ്രസ VXi എടുത്ത സമയത്ത് അതിനകത്ത് അത് ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് തോന്നിയിരുന്നു. ഇപ്പോൾ പലരും ചോദിക്കുന്ന കാര്യമാണ് വീഡിയോയിലൊക്കെ കാണുന്ന സമയത്ത്, എന്തിനാണ് സ്പ്ലിറ്റ് സീറ്റ് എന്ന്. ഇപ്പോൾ സ്പ്ലിറ്റ് സീറ്റ് നമുക്കൊരു സാധനം ക്യാരി ചെയ്യുന്ന സമയത്ത് ഈ ഒരു സീറ്റ് മാത്രം ഫോൾഡ് ചെയ്ത് വെച്ച് നമുക്ക് കൂടുതൽ സാധനം ക്യാരി ചെയ്യാനും നമുക്ക് 4 അല്ലെങ്കിൽ 3 പേർക്ക് സുഖമായിട്ടിരുന്ന് യാത്ര ചെയ്യാനും പറ്റും. അതാണ് സ്പ്ലിറ്റ് സീറ്റിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. പക്ഷേ 2025 വന്നപ്പോഴും
ഹെഡ് റെസ്റ്റ് മാരുതി ഉൾപ്പെടുത്തിയിട്ടില്ല. അതെന്തോ ബേസിക്കായിട്ട് വേണ്ട ഒരു സേഫ്റ്റി ഫീച്ചറാണ്, അതെന്തായാലും ഒഴിവാക്കിയിട്ടുണ്ട്. ബാക്കിലേക്ക് വേറെ ബൂട്ട് ലൈറ്റോ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. സ്പെയർ വീല് നോക്കുകയാണെങ്കിൽ സെയിം സൈസായിട്ടുള്ള സ്പെയർ വീലുകൾ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം ഒരു 350 ലിറ്റർ എന്തോ ആണെന്ന് തോന്നുന്നു ബൂട്ട് സ്പേസ്. സ്ക്വയറിഷ് ആയിട്ടുള്ള വലിയ ബൂട്ടുകളാണ്. അത്യാവശ്യം നല്ല രീതിയിൽ സാധനം നമുക്ക് ഇതിനകത്ത് ക്യാരി ചെയ്യാനായിട്ട് പറ്റും. ഇനി നമുക്ക് അകത്തു നിന്നുള്ള ഫീച്ചേഴ്സ് നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ കീലെസ് എൻട്രി കാര്യങ്ങളൊന്നും തന്നെ കൊടുത്തിട്ടില്ല. മാരുതിയുടെ കാറുകളിൽ അത്യാവശ്യം സ്ട്രോങ് ആൻഡ് സോളിഡ് ആയിട്ടുള്ള കാറായിട്ട് ഫീൽ ചെയ്യുന്നത് ശരിക്കും ബ്രസയാണ്. അത് ഈ ബ്രസയുടെ ഡോറൊക്കെ ഓപ്പൺ ചെയ്യുന്ന സമയത്തേ നമുക്ക് ഫീൽ ചെയ്യും. ഇന്റീരിയറിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഫുൾ ബ്ലാക്ക് കളറിലാണ് ബേസ് വേരിയന്റ് ഇന്റീരിയർ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഡോർ പാഡിലേക്ക് വന്നാലും നമുക്ക് ഫുൾ ബ്ലാക്ക് ഫിനിഷാണ്. ഇവിടെ തന്നെ നമുക്ക് ഫുൾ ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ്, സോഫ്റ്റ് ടച്ച് ഒന്നും വരുന്നില്ല. പക്ഷേ ഇവിടുത്തെ പ്ലാസ്റ്റിക്സിന്റെ ഒരു പാറ്റേണിൽ ചെറിയൊരു ഡിഫറൻസ് കാണാവുന്നതാണ്. ഈ ഒരു പോർഷൻ നമുക്ക് ബ്ലാക്ക് ഫിനിഷിൽ തന്നെ കൊടുത്തിരിക്കുന്നു. VXi വേരിയന്റിലോട്ട് ഇതൊരു സിൽവർ ഫിനിഷിലാണ് വരുന്നത്. 4 ഡോർ പവർ വിൻഡോന്റെ കൺട്രോൾ കൊടുത്തിരിക്കുന്നു. നമ്മുടെ ഡ്രൈവർ സൈഡിലെ വിൻഡോ 1 ടച്ച് അപ്പ് ആൻഡ് ഡൗൺ ഓപ്ഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ലോക്ക് ആൻഡ് അൺലോക്ക്, മിറർ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്, ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉൾപ്പെടുത്തിയിട്ടില്ല. ഡോർ ഹാൻഡിൽസ് എല്ലാം ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. സ്പീക്കർ ഗ്രില്ല് മാത്രമേ ഉള്ളൂ, സ്പീക്കർ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. ബോട്ടിൽ ഹോൾഡേഴ്സ് കാണാം. ഡ്രൈവർ സീറ്റിലേക്ക് വന്നാൽ ഡ്രൈവർ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ 2025 ബേസ് വേരിയന്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ബേസ് വേരിയന്റിൽ മാനുവൽ മാത്രമേ വരുന്നുള്ളൂ, എന്നാലും നമുക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഡെഡ് പെഡൽ കൊടുത്തിരിക്കുന്നു. പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡെഡ് പെഡൽ എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് ഇവിടെ താഴെയായിട്ട് ഹുഡ് ഓപ്പൺ ചെയ്യാനും ഫ്യൂൽ ലിഡ് ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷൻ കാണാം. നമുക്ക് ട്രാക്ഷൻ കൺട്രോളിൻ്റെ ബട്ടൺ കൊടുത്തിരിക്കുന്നു. ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ഇനി നിങ്ങൾ ഫോഗ് ലൈറ്റ് ആക്സസറേറ്റ് ചെയ്യുകയാണെങ്കിൽ ഫോഗ് ലൈറ്റിൻ്റെ ഒരു ബട്ടൺ നമുക്ക് ഇവിടെ തന്നെ ഷോറൂമിൽ നിന്ന് ചെയ്യുമ്പോൾ കാണാനായിട്ട് പറ്റും. ഇതാണ് ഈ വാഹനത്തിൻ്റെ കീ വരുന്നത്. നമ്മൾ പണ്ട് തൊട്ടേ ഉള്ള ലോക്ക് ആൻഡ് അൺലോക്ക് ഓപ്ഷനോട് കൂടിയ മാനുവൽ സെൻട്രൽ ലോക്കിങ്ങോട് കൂടിയ ഫുള്ളി ഫംഗ്ഷണൽ ആയിട്ടുള്ള 2 കീ കൊടുത്തിരിക്കുന്നു. ഇനി നമുക്ക് അകത്തു നിന്നുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇന്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫുൾ ബ്ലാക്ക് ഫിനിഷിലാണ് ഇന്റീരിയർ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ LXi ആൻഡ് VXi കമ്പയർ ചെയ്യുമ്പോൾ VXiയിൽ കുറച്ചും കൂടി ഒരു പ്രീമിയം ഇന്റീരിയർ ആയിട്ട് ഫീൽ ചെയ്യും. ഇത് നമുക്ക് കയറിയിരിക്കുമ്പോൾ തന്നെ ഒരു ബേസ് വേരിയന്റ് ആണ് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാകും. ഇപ്പം നമ്മൾ സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. വേറെ കൺട്രോളുകൾ കാര്യമൊന്നും തന്നെ വരുന്നില്ല. സ്റ്റിയറിംഗ് വീല് നമുക്ക് ടിൽറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ടെലസ്കോപ്പിക്കിൻ്റെ ഓപ്ഷൻസ് ഒന്നും വരുന്നില്ല ബേസ് വേരിയന്റിൽ. ഇടതുവശമായിട്ട് വൈപ്പറിൻ്റെ കൺട്രോൾസും വലതുവശമായിട്ട് ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസും കാണാം. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്പീഡോമീറ്ററും RPM മീറ്ററും അനലോഗായിട്ട് കൊടുത്തിരിക്കുന്നു. നടുക്കൊരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ, അത്യാവശ്യം വേണ്ട ഇൻഫർമേഷൻസ് ഒക്കെ അതിനകത്ത് അറിയാനായിട്ട് പറ്റും. എനിക്ക് തോന്നുന്നു ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ അതിനകത്ത് വരുന്നുണ്ട്. പാർക്കിംഗ് സെൻസേഴ്സും അതിനകത്ത് ഫംഗ്ഷൻ ചെയ്യുന്നത് കാണാം. പിന്നെ ഔട്ട്സൈഡ് ടെമ്പറേച്ചർ, മറ്റേ ആവറേജ് ഫ്യൂവൽ ഡിസ്റ്റൻസ് ടു എംപ്റ്റി, അങ്ങനത്തെ കുറച്ച് ഫീച്ചേഴ്സ് മാത്രമാണ് വരുന്നത്. സെൻട്രലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് മ്യൂസിക് സിസ്റ്റം ആക്സസറൈഡ് ചെയ്യാനായിട്ടുള്ള ഒരു സ്പേസ് കൊടുത്തിരിക്കുന്നു. നമുക്ക് ഷോറൂമിൽ നിന്ന് പുറത്തു നിന്ന് മ്യൂസിക് സിസ്റ്റം ആക്സസറൈഡ് ചെയ്യാം. താഴേക്ക് വന്ന ഹസാർഡ് ലൈറ്റിൻ്റെ ബട്ടൺ. AC നമുക്ക് ഇതിനകത്ത് മാനുവൽ AC ആണ് വരുന്നത്. VXi എടുക്കുന്നതുകൊണ്ടുള്ള മെയിൻ അഡ്വാൻറ്റേജ് നമുക്ക് ഓട്ടോ AC കിട്ടുമെന്നുള്ളതാണ്. ഓട്ടോ AC ഒന്നും നമുക്ക് പുറത്തുനിന്ന് ആക്സസറി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. അതിന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു 12 വോൾട്ടിൻ്റെ ചാർജിംഗ് പോർട്ട് കൊടുത്തിരുന്നു. USB കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒന്നുമില്ല. ഇവിടെ സ്റ്റോറേജ് സ്പേസ് ആണ്. നമ്മുടെ ഗിയർ ലിവർ ഇപ്പോൾ VXiയിലൊക്കെ കാണുന്ന ഒരു ടോപ്പ് എൻഡിലൊക്കെ കാണുന്ന സെയിം ഗിയർ ലിവർ കൊടുത്തിരിക്കുന്നു. അതിൻ്റെ ടോപ്പിൽ ഒരു ഗ്ലാസ് ഫിനിഷ് കാര്യങ്ങൾ വരുന്നത്, ഒരു സിൽവർ ഫിനിഷും. പണ്ട് LXi വേരിയന്റിൽ ഫുൾ ബ്ലാക്ക് ഫിനിഷുള്ളതായിരുന്നു കൊടുത്തിരുന്നത്. നമുക്കിവിടെ കപ്പ് ഹോൾഡേഴ്സ് കാണാം. സെൻറ്റർ ആംബ്രസ്റ്റ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. നമ്മുടെ ഹാൻഡ് ബ്രേക്ക് കൊടുത്തിരിക്കുന്നു. നമുക്ക് നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ സീറ്റുകളാണ്. അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് സീറ്റ്. പിന്നെ വന്നിരിക്കുന്ന ഒരു ചേഞ്ചാണ്, നമുക്ക് സീറ്റ് ബെൽറ്റിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇപ്പോൾ ബേസ് വേരിയന്റോട്ട് കൊടുത്തിരിക്കുന്നു. 6 എയർ ബാഗ്, SRS എയർ ബാഗിന്റെ ബാഡ്ജിങ്ങുകൾ കാണാം. അപ്പോൾ 6 എയർ ബാഗ് നമുക്കിപ്പോൾ ബേസ് വേരിയന്റോട്ട് വരുന്നുണ്ട്. സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ കൊടുത്തിരിക്കുന്നു. കോ ഡ്രൈവർ സൈഡിൽ സൺവൈസസ്, മിറർ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. സെൻട്രൽ IRVMs, മാനുവൽ ഡിമ്മിങ്ങുള്ള IRVMs വന്നു. ഡ്രൈവർ സൈഡിലും സൺവൈസസിൽ ടിക്കറ്റ് ഹോൾഡർ മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ വളരെ ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് മാത്രമാണ് നമ്മുടെ LXi വേരിയന്റിൽ കൊടുത്തിരിക്കുന്നത്. ബാക്ക് യാത്രക്കാരെ കംഫർട്ട് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വൈഡായിട്ട് തുറക്കുന്ന ഡോറുകളാണ്. ഡോർ പാഡ് നമുക്ക് സോഫ്റ്റ് ടച്ച് ഒന്നും വരുന്നില്ല, ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ്. ഇവിടെയും നമ്മളെ ഫ്രണ്ടിൽ കണ്ട രീതിയിൽ ഒരു ഡിഫറെൻറ്റ് ഡിസൈനിലുള്ള പ്ലാസ്റ്റിക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. പവർ വിൻഡോന്റെ കൺട്രോൾ കൊടുത്തിരിക്കുന്നു. ഡോർ ഹാൻഡിൽസ് ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത്. നമ്മുടെ ബോട്ടിൽ ഹോൾഡേഴ്സ് കാണാം. ബാക്കിലേക്ക് നമുക്ക് AC വെൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചാർജിംഗ് പോർട്ടോ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല ബേസ് വേരിയന്റിൽ. ജസ്റ്റ് AC വെൻസ് മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. 2025 വന്ന വേറൊരു ചേഞ്ചാണ്. നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ 60-40 സ്പ്ലിറ്റ് സീറ്റിൻ്റെ ഓപ്ഷൻ വന്നിട്ടുണ്ട്. 3 പോയിന്റ് സീറ്റ് ബെൽറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഐസോഫിക്സ് ചൈൽഡ് സീറ്റിൻ്റെ ഓപ്ഷനും ഇപ്പോൾ ബേസ് വേരിയന്റിൽ
ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ അകത്തേക്ക് കയറി ഇരിക്കുകയാണെങ്കിൽ ഫ്രണ്ട് സീറ്റ് എൻ്റെ ഹൈറ്റിനാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് റൂം നമുക്ക് കാണാവുന്നതാണ്. നീ റൂമും അത്യാവശ്യം സഫീഷ്യൻ്റ് ആയിട്ടുള്ള നീ റൂം കാണാം. ഹെഡ് റൂം നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിലുള്ള ഹെഡ് റൂം ഉണ്ട്. നിവർന്നിരുന്നാൽ പോലും ഏകദേശം ഒരു 15 സെൻറ്റിമീറ്റർ ഹെഡ് റൂം ബാലൻസ് കാണാം. അത്യാവശ്യം വൈഡായിട്ടുള്ള ബാക്ക് സ്പേസ് ആണ്. 3 പേർക്കൊക്കെ ബ്രസയിൽ സുഖമായിട്ടിരുന്ന് യാത്ര ചെയ്യാനായിട്ട് പറ്റും. ബാക്കിലേക്ക് നമുക്ക് സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് ഹുക്ക് കാര്യങ്ങൾ വരുന്നുണ്ട്. സെൻറ്റർ മൗണ്ടഡ് ആയിട്ടാണ് നമുക്ക് റീഡിംഗ് ലൈറ്റ് കൊടുത്തിരിക്കുന്നത്. അതും ഹാലജൻ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ അത്യാവശ്യം വളരെ ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് മാത്രമേ വരുന്നുള്ളൂ. പാഴ്സൽ ട്രേ LXI വേരിയന്റിലും VXIയിലും വരുന്നില്ല. നമുക്ക് ഷോറൂമിൽ നിന്ന് ആക്സസറി ആയിട്ട് ചെയ്യേണ്ടി വരും. ഏകദേശം 1800 രൂപ അടുത്താണ് ആ ഒറിജിനൽ പാഴ്സൽ ട്രേക്ക് കോസ്റ്റ് വരുന്നത്. ബ്രസ ബേസ് LXI വേരിയന്റിന്റെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ ഗ്ലോബൽ എൻക്യാപ്പിൽ 4 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയ ഒരു വാഹനമാണ് നമ്മുടെ ബ്രസ. ഇപ്പോൾ നമുക്ക് ബേസ് വേരിയന്റോട്ട് 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ABS, EBD, ട്രാക്ഷൻ കൺട്രോൾ, ഹിൽ ഹോൾഡ് പോലുള്ള ഫീച്ചേഴ്സ് ബേസ് വേരിയന്റോട്ടെ ബ്രസയിൽ സ്റ്റാൻഡേർഡ് ആയിട്ട് മാരുതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സെഗ്മെന്റിലെ ഒരു ബേസ് വേരിയന്റിൽ കാറിൽ വേണ്ട എല്ലാ ഫീച്ചേഴ്സും, എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും ബ്രസയിലും. എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് ഓപ്ഷനിലേക്ക് വന്നാൽ നമ്മുടെ ബേസ് LXI വേരിയന്റിൽ മാനുവൽ മാത്രമേ വരുന്നുള്ളൂ. നമുക്ക് പെട്രോളിലും CNGയിലും അവൈലബിൾ ആണ്. 1.5 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് 4 സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ്. അത് 103 HP അടുത്താണ് പവർ വരുന്നത്. CNG ആണെങ്കിൽ അറൌണ്ട് 92 HP അടുത്താണ് പവർ വരുന്നത്. മാനുവല് കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ് പെട്രോളിന് 17 km/ലിറ്റർ ഒക്കെയാണ്. റിയൽ ലൈഫിൽ ഒരു 12, 13, മാക്സിമം 14, 15 വരെയൊക്കെ എക്സ്പെക്ട് ചെയ്താൽ മതി ഹൈവേയിലൊക്കെ പോകുമ്പോൾ. CNG ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു ആവറേജ് 25 km ഒക്കെ മൈലേജ് ഈ ഒരു സെയിം എഞ്ചിനിൽ എക്സ്പെക്ട് ചെയ്യാം. CNG ആണ് എന്ന് വിചാരിച്ച് പവർ ലാഗ് ഒന്നുമില്ല. നമ്മൾ CNGയുടെ ഒരു വീഡിയോ ചാനലിൽ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് യാതൊരു പവർ ലാഗും നമുക്ക് ഫീൽ ചെയ്യില്ല. സെയിം ആയിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുക. പക്ഷെ ആകെ വരുന്ന ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ടോപ്പ് ഹിൽ സ്റ്റേഷൻ ഏരിയയിലേക്കൊക്കെ പോകുമ്പോൾ ഫുൾ ലോഡൊക്കെ വെച്ച് പോകുമ്പോൾ നമുക്ക് ചെറിയൊരു ലാഗ് ഫീൽ ചെയ്യും. അതിപ്പോൾ നമ്മൾ നോർമൽ ബ്രസ 3rd ഗിയറിൽ കയറേണ്ട കയറ്റം ഒരു റോഡൊക്കെ ആണെങ്കിൽ സെക്കൻഡിൽ നിന്ന് കൊടുത്ത് പോകേണ്ടി വരും. അതാണ് ചെറിയൊരു ഡിഫറൻസ് വരിക. ഇനി ഈ വാഹനത്തിന്റെ ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നാൽ ഇപ്പോൾ നമ്മൾക്ക് ഏകദേശം 38,000 രൂപയുടെ ഓഫർ അവൈലബിൾ ആണ് ബ്രസയ്ക്ക്. ഈ ഏപ്രിൽ മന്തിൽ 38,000 ഓഫർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ LXI വേരിയന്റിലാണ് ഓഫർ ശരിക്കും വെർത്താവുന്നത്. കാരണം 52,000 രൂപ വെർത്തായിട്ടുള്ള അർബാനോ കിറ്റ് നിങ്ങൾക്ക് 25,000 രൂപയ്ക്ക് LXI വേരിയന്റിൽ ചെയ്യാനായിട്ട് പറ്റും. ഈ അർബാനോ കിറ്റിൽ അത്യാവശ്യം വേണ്ട എല്ലാ സംഭവങ്ങളും വരുന്നുണ്ട്. നമുക്ക് ആ ഒരു 10 ഇഞ്ചിന്റെ ആൻഡ്രോയിഡ് സ്ക്രീൻ, പിന്നെ റിവേഴ്സ് ക്യാമറ, 4 സ്പീക്കറുകൾ, പിന്നെ സീറ്റ് കവേഴ്സ്, സ്റ്റിയറിംഗ് ഗ്രിപ്പ്, എക്സ്റ്റീരിയറിലാണെങ്കിൽ മറ്റേ ക്ലാഡിങ് കാര്യങ്ങൾ, അങ്ങനെ അത്യാവശ്യം വേണ്ട സംഭവങ്ങളെല്ലാം തന്നെ അർബാനോ കിറ്റിൽ വരുന്നുണ്ട്. നമ്മൾ എക്സ്റ്റീരിയറിൽ നിന്ന് ആക്സസറി ആയിട്ട് ചെയ്യുന്ന സ്റ്റിയറിംഗ് കൺട്രോൾസ് കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് വരാത്തത്. പക്ഷെ പല വീഡിയോസിലും കണ്ടിട്ടുണ്ട് സ്റ്റിയറിംഗ് കൺട്രോൾസ് ഒക്കെ ചെയ്തിട്ട് ABSന്റെ വാണിംഗ് ലൈറ്റ് കത്തുന്നു, സ്റ്റിയറിംഗ് ടൈറ്റ് ആവുന്നു, അങ്ങനെ പല ഇഷ്യൂസും പല വീഡിയോസിലും കണ്ടിട്ടുണ്ട്. അപ്പോൾ ആക്സസറീസ് ചെയ്യുമ്പോൾ മാക്സിമം ഷോറൂമിൽ നിന്ന് തന്നെ ആക്സസറീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതാകുമ്പോൾ വാറണ്ടിയിലെ കാര്യങ്ങൾ പ്രശ്നങ്ങളൊന്നും വരില്ല. ഇപ്പൊ LXI വേരിയന്റിന്റെ ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നാൽ 10,15,000 രൂപയാണ് നിങ്ങൾ ഈ കാണുന്ന വാഹനത്തിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അതല്ല നിങ്ങൾക്ക് CNG വേണമെങ്കിൽ 11,25,000 രൂപ. അതല്ല ഇതിന് തൊട്ട് മുകളിലുള്ള VXI ആണ് നോക്കുന്നത് എങ്കിൽ VXI വേരിയന്റിന് 11,35,000 രൂപ. ഏകദേശം 1.5 ലക്ഷം രൂപ അടുത്ത് കൂടുതലാണ് വരുന്നത്. 1.5 ലക്ഷം രൂപ ഇല്ല, ഏകദേശം 1,20,000 രൂപ അടുത്താണ് VXI വേരിയന്റിന് കൂടുതൽ വരുന്നത്. അതിന് 11,35,000 രൂപ. VXI ഓട്ടോമാറ്റിക് ആണെങ്കിൽ 13,30,000 രൂപ. VXIയിൽ നമുക്ക് CNG അവൈലബിൾ ആണ്. അതിന് 12,80,000 രൂപ. അതാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ZXI പ്ലസിന്റെ ഒക്കെ പ്രൈസ് നമ്മൾ ZXI വേരിയന്റിന്റെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഡിസ്ക്രിപ്ഷനിലും നമ്മുടെ എൻഡ് സ്ക്രീനിലും ഉൾപ്പെടുത്താം. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇപ്പോൾ 10 ലക്ഷം രൂപ ബഡ്ജറ്റിൽ നിങ്ങളൊരു കാർ നോക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മളുടെ ബ്രസയും കൂടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഒത്തിരി ഫീച്ചേഴ്സ് ഒന്നും വേണ്ട, അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു നല്ല SUV വേണമെങ്കിൽ, SUV ലുക്കുള്ള ഒരു SUV വേണമെങ്കിൽ ബ്രസ കൺസിഡർ ചെയ്യാവുന്നതാണ്. എനിക്ക് ആകെ ഈ വാഹനത്തിൽ മിസ്സിംഗ് ആയിട്ട് തോന്നിയ ഒരു കാര്യം ഈ ഒരു ബഡ്ജറ്റിൽ ആ ബാക്കിലെ ഹെഡ് റെസ്റ്റ് ആണ്. അപ്പോൾ മാരുതി റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ഇൻഫർമേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം. പുതിയ വാഹനം ബുക്ക് ചെയ്യാനാണെങ്കിലും എക്സിസ്റ്റിംഗ് ഓണർ ആണെങ്കിലും നിങ്ങൾക്ക് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഒരു ഇൻസ്റ്റാഗ്രാം പേജിന്റെയും ഫേസ്ബുക്ക് പേജിന്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.